പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകന് തിരുവനന്തപുരം മുനിസിപ്പൽ കോടതി 5 ലക്ഷം രൂപ പിഴയടയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഏതാനും മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ വ്യാപകമായി കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെയും എൻ്റെ ചില സുഹൃത്തുക്കൾ അവിടെ നിന്ന് ഇവിടുന്ന് വിളിച്ച് ചോദിച്ചു. വളരെ കുറച്ച് സുഹൃത്തുക്കളെ ചോദിച്ചുള്ളൂ, എന്തായാലും ചോദിച്ചു. ചില പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നിരുന്നു. അതായത് ADGP ആയിട്ടുള്ള S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ ചെയ്തതിന് തിരുവനന്തപുരത്ത് ഒരു മുനിസിപ്പൽ കോടതി കെ എം ഷാജഹാന് 5 ലക്ഷം രൂപ പിഴയും പിന്നെ അതിൻ്റെ എന്തോ പലിശയും കൂടെ ചേർത്ത് പിന്നെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് വിധി പ്രഖ്യാപിച്ചു എന്നാണ് വാർത്ത. അപ്പോൾ സ്വാഭാവികമായും അത് ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ എനിക്ക്. കാരണം അല്ലെങ്കിൽ അത് പൂർണ്ണമായി ശരിയാണ് എന്നുള്ള നിലയിൽ ആളുകൾ വിശ്വസിക്കുമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തിരുവനന്തപുരത്തെ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് എനിക്കെതിരെ അങ്ങനെ ഒരു വിധി വന്നു എന്നത് തന്നെയാണ്. അതാദ്യം ഏഷ്യാനെറ്റിലാണ് ഞാനത് ആ വാർത്ത കാണുന്നത്. ആ ഏഷ്യാനെറ്റിൽ ഞാനത് വാർത്ത കണ്ടു. അപ്പം ഏഷ്യാനെറ്റിൽ വാർത്ത ചെയ്ത ആ മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ വിശദമായി പറയാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വിധി ആ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വിധി വന്നപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നി. കാരണം ഈ ADGP S. ശ്രീജിത്തിനെതിരായി ഞാൻ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് നടക്കുന്നു, ക്രിമിനൽ ഡിഫമേഷൻ കേസ് നടക്കുന്നുണ്ട്. എനിക്കൊന്ന് 2020-21 മറ്റാണ് ആ കേസ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ വിജിലൻസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് ആ കേസ് പാർട്ടി ഇൻ പേഴ്സണായിട്ട് വാദിക്കുന്നത്. ആ കേസ് ഇപ്പോൾ ഡിഫൻസ് വിറ്റ്നസിൻ്റെ എവിഡൻസിൻ്റെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് 2 വർഷക്കാലമായിട്ട് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ കേസ് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള വിഷയമാണ് ഈ സിവിൽ കേസിനും ആസ്പദം. പക്ഷേ ഇത് സംബന്ധിച്ച് എനിക്ക് ഒരു വിവരവും എനിക്കിതുവരെ കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കതൊരു അത്ഭുതകരമായി തോന്നി. കാരണം സമൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എനിക്ക് ഒരു വിവരങ്ങളും കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം എനിക്കതിനകത്തൊരു അത്ഭുതം തോന്നി. അപ്പോൾ എന്നെ അന്ന് വിളിച്ച ചില മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഞാനത് പറയുകയും ചെയ്തു. പക്ഷേ അതിനെ തുടർന്ന് ഞാൻ ഇന്നലെ കോടതിയിൽ ഞാൻ ചെന്ന് അതിൻ്റെ റെക്കോർഡ് സെക്ഷനിൽ പോയി പരിശോധിച്ചപ്പോൾ അതിന് ഒരു സമൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ എൻ്റെ 2ാമത്തെ മകൻ്റെ പേരിൽ ആണ് ആ സമൻസ് വന്നത്. അവനാണ് ആ സമൻസ് സ്വീകരിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ആ സമൻസ് അവൻ സ്വീകരിച്ചത് അവൻ എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയില്ല. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പിന്നീട് മനസ്സിലായത്, സമൻസ് സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ 2ാമത്തെ മകൻ മൈനർ ആയിരുന്നു, മേജർ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. CPC-യുടെ സെക്ഷൻ 15 പ്രകാരം സമൻസ് സ്വീകരിക്കുന്നത് ഒന്നുകിൽ പ്രതിയായിരിക്കണം, അതല്ലെങ്കിൽ ആ പ്രതിയുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായവരായിരിക്കണം എന്ന് CPC-യിലെ 15ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഉള്ള എൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം, ആ സമൻസ് സ്വീകരിച്ച സമയത്ത് എൻ്റെ 2ാമത്തെ മകൻ പ്രായപൂർത്തിയായിരുന്നില്ല. മൈനറിൻ്റെ കയ്യിൽ സമൻസ് കൊടുക്കാൻ പാടില്ല. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ അത് സംബന്ധിച്ച് ആ കോടതി ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ജില്ലാ ജഡ്ജിക്ക് പരാതി ഞാൻ കൊടുക്കും. അതൊരു വശം. ഇനി 2ാമത്തെ വശം എന്താ? 2ാമത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമൻസ് എനിക്ക് ലഭിക്കാതിരുന്നത് കൊണ്ട് എക്സ് പാർട്ടി ആയിട്ടാണ് ഈ വിധി വന്നിട്ടുള്ളത്. ഞാൻ കോടതിയിൽ ഹാജരായിട്ടില്ല. കാരണം ഈ സമൻസ് കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. അപ്പം ഞാൻ കോടതിയിൽ ഹാജരായിരുന്നില്ല. പക്ഷേ ഈ സമൻസുമായി ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വാർത്തകളിൽ ഒന്നും തന്നെ അതൊരു എക്സ് പാർട്ടി വിധിയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നില്ല. ആ വിധി ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, അതിൽ തെറ്റില്ല. പക്ഷേ അതൊരു എക്സ് പാർട്ടി വിധിയായിരുന്നു പറയേണ്ടത്, അത് പറഞ്ഞിട്ടില്ല. 1. 2, ഈ വിധി 2025 ജനുവരിയിലാണ് വന്നത്. 14 മാസങ്ങൾക്ക് മുമ്പ് വന്ന വിധിയാണ് ഇപ്പോൾ വാർത്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അത് ചില മാധ്യമപ്രവർത്തകർ എന്നോട് വിളിച്ച് ചോദിച്ചു. ഞാൻ അവരോട് കാര്യം പറഞ്ഞ് അവർ കൊടുത്തില്ല.
വേറെ മാധ്യമങ്ങളിലൊക്കെ വന്നു. ആ മാധ്യമങ്ങളിലൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പേറോളിലുള്ള കുറേ മാധ്യമപ്രവർത്തകർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ കൊടുക്കുന്ന വാർത്തകൾ തൊണ്ട തൊറാതെ വിഴുങ്ങുന്ന ചില മാധ്യമപ്രവർത്തകർ മാധ്യമരംഗത്തുണ്ട്. അതിലൊരു മാധ്യമപ്രവർത്തനം ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ മാധ്യമപ്രവർത്തനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. എന്തായാലും ഇതൊരു എക്സ്പാർട്ടെ വിധിയാണ് എന്ന് പോലും പറയാനുള്ള മര്യാദ ഇത് കൊടുത്തവർ കാണിച്ചില്ല. കാരണം ശ്രീജിത്തിൻ്റെ ആളുകളാണ് അവർ. കാരണം ശ്രീജിത്ത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരുപാട് വാർത്തകൾ ശ്രീജിത്തുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കിട്ടും. ഞാനുമായിട്ട് ബന്ധപ്പെട്ടുന്ന വാർത്തകളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു എക്സ്പാർട്ടെ വിധിയാണെന്ന് പോലും പറയാതെ ഇത് സംബന്ധിച്ച് കൊടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് എക്സ്പാർട്ടെ വിധിയായിട്ടുള്ളതുകൊണ്ട് ഈ വിധി സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതേ കോടതിയിൽ തന്നെ പോകുന്നുണ്ട്. ഈ സമൻസ് എനിക്ക് സെർവ് ചെയ്ത സമയത്ത് എൻ്റെ മകൻ പ്രായപൂർത്തിയായിരുന്നു അല്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അന്വേഷണത്തിലാണ്. പ്രാഥമികമായി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിധി സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോടതിയിലേക്ക് പോവുകയും അതേ കോടതിയിലേക്ക് തന്നെ പോവുകയും ആ കേസ് പിന്നീട് വീണ്ടും റിവൈവ് ചെയ്യുകയും ഞാനത് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. അതാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്ക് പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില യൂട്യൂബർമാർ ചില വീഡിയോകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്നും കാണാൻ പോയില്ല. അപ്പോൾ അതിൽ ഒരു വീഡിയോ വന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ ആ വീഡിയോ കണ്ടില്ല. അതെന്തോ ഞാനെന്തോ ADGP ശ്രീജിത്തിനെതിരെ 10 ബിനാമി ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഞാൻ പെട്ടു. ADGP ശ്രീജിത്തിന് 12 ബിനാമി ബാങ്ക് അക്കൗണ്ടുകൾ, ഷാജഹാൻ പെട്ടതിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഏതോ ഒരു യൂട്യൂബർ ചെയ്തതായിട്ട് ഞാൻ കേട്ടു. ഞാനത് കാണാൻ പോയില്ല. അപ്പോൾ അതിനകത്ത് ഞാനെന്തോ പെട്ടുപോയെന്നും ഞാനെന്തോ എടുത്തു ചാടി ചെയ്തതാണെന്നും അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളൊന്നും ഇല്ല എന്ന് ശ്രീജിത്തിൻ്റെ കീഴിലുള്ള സംസ്ഥാന വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നും, ശ്രീജിത്തിന് കീഴിലുള്ളതെന്ന് അവർ പറഞ്ഞില്ലെങ്കിലും ശ്രീജിത്തിൻ്റെ കീഴിലുള്ളതാണല്ലോ വിജിലൻസ്, അങ്ങനെ കണ്ടെത്തിയെന്നും ഇങ്ങനെ എടുത്തു ചാടുന്ന സ്വഭാവമുള്ള ഒരാളാണ് ഷാജഹാനെന്നും ഷാജഹാൻ ഒരു ഒറ്റയാനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒരു യൂട്യൂബർ ചെയ്തതായിട്ട് കേട്ടു. ഞാനത് കാണാൻ പോയില്ല. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ വിവരം മാത്രമേ എനിക്കുള്ളൂ. എന്ന് മാത്രമല്ല, അത് ചെയ്ത യൂട്യൂബർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് നല്ല നിയമപരിജ്ഞാനമുള്ള ആളാണെന്നും അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാറില്ലെന്നും എനിക്കതിനുള്ള സന്നാഹങ്ങളൊന്നും ഇല്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് ആ യൂട്യൂബർ കുറേ കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ എനിക്കത് സംബന്ധിച്ച് ചില മറുപടികൾ പറയാനുണ്ട്. ഈ ADGP ശ്രീജിത്തിൻ്റെ 12 ബിനാമി ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സംബന്ധിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയം ഉൾപ്പെടെ ആ വിഷയത്തിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് അയാൾക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നത് വെച്ചുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ആ വിധി വന്നത് ഇയാളുടെ കീഴിലുള്ള അഴിമതിക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാണ് ആ വിധി. അതവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ വിഷയവും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ക്രിമിനൽ ഡിഫമേഷൻ കേസ് ഞാൻ തിരുവനന്തപുരം CJM കോടതിയിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം അത് എൻ്റെ ഈ ഡിഫമേഷൻ കേസിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കോടതി ലക്ഷ്യമായി പോകും. അതെനിക്ക് അത്രയും മാത്രമേ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനൊരു അഭിഭാഷകനാണ്, ഞാനൊരു ഒറ്റയാനാണ്. പക്ഷേ ഞാൻ എടുത്തു ചാടുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. കാരണം അങ്ങനെ എടുത്തു ചാടുന്നവനായിരുന്നു ഞാനെങ്കിൽ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ 2400 വീഡിയോ ചെയ്തിട്ട് എനിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസേ ഉള്ളൂ. 2400 വീഡിയോ ഞാൻ പിന്നെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു 10-20% വീഡിയോകൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. പക്ഷേ എനിക്കൊരു ഡിഫമേഷൻ കേസും വന്നിട്ടില്ല. എനിക്ക് ആകെപ്പാടെ ഈ ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ഒരു ഡിഫമേഷൻ കേസ് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ കേസ് തീരുമ്പം ഞാൻ പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കെതിരെ ചെയ്യുന്നവർക്ക് അന്ന് മനസ്സിലായിക്കോളും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പക്ഷേ ഞാനെന്തോ എടുത്തിയാട്ടക്കാരനാണെന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടുപോയതെന്നൊക്കെ പറയുന്ന ഈ യൂട്യൂബറിന് ഏതാണ്ട് 100-ലധികം കേസുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ യൂട്യൂബർക്കെതിരെ കേസുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശത്ത് പോലും ഈ യൂട്യൂബർക്കെതിരെ കേസുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100-ലധികം കേസുകളുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ എനിക്കെതിരെ ഒരു ഒറ്റ ഡിഫമേഷൻ കേസേ ഉള്ളൂ. ആ കേസ് ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കോടതിയിൽ പോയി എല്ലാ ആഴ്ചയിലും 1 തവണയും 2 തവണയൊന്നും ഒപ്പിടേണ്ട വിഷയമൊന്നും എന്നെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ 1 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്, അത് ശരിയാണ്.
പക്ഷേ എനിക്കെതിരെ ഒരു ഡിഫോമേഷൻ കേസേ ഉള്ളൂ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്ന യൂട്യൂബുകളെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടൊന്നും സമരം ചെയ്യാൻ ഒരു മടിയുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് ആ തരത്തിലൊരു ഭയമുള്ള ആളല്ല ഞാൻ. അതാണ് ഇത്തരക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെയ്യും. ഇതിനു മുമ്പ് ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, DGP ആയിരുന്നു അയാൾ. അയാൾക്കെതിരെ ഒരു വാർത്തകളും വരില്ലായിരുന്നു. യൂട്യൂബർമാരൊക്കെ വലിയതായിട്ട് പൊക്കി പൂഴ്ത്തിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ടോമിൻ തച്ചങ്കരി. കേരളത്തിലെ സുപ്രധാന യൂട്യൂബർമാരുടെയൊക്കെ പൊന്നോമന പുത്രനായിരുന്നു ടോമിൻ തച്ചങ്കരി. ആ ടോമിൻ തച്ചങ്കരി ഇപ്പം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യൂട്യൂബർമാരെല്ലാം പൊക്കി പൂഴ്ത്തിക്കൊണ്ടിരുന്ന ടോമിൻ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിൽ നിന്ന് പുറകിലത്തെ വാതിലിൽ കൂടെ ഇറങ്ങുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു. ടോമിൻ തച്ചങ്കരിയെ കുറിച്ചിട്ട് ഇവരാരും മിണ്ടത്തില്ല. അതുപോലെ MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഉന്നത പോലീസ് അദ്ദേഹത്തെ കുറിച്ചിട്ടും ഇവർ മോശമായിട്ട് യൂട്യൂബർമാരൊന്നും പറയില്ല. അതുപോലെ തന്നെ ADGP ശ്രീജിത്തിനെ കുറിച്ചും മോശമായിട്ട് ഇവരൊന്നും പറയില്ല. കാരണം അവർക്കൊക്കെ ഒരുപാട് ഇവരുമായിട്ടൊക്കെ ഒട്ടി നിൽക്കുന്നതുകൊണ്ടോ അടുത്ത് നിൽക്കുന്നതുകൊണ്ടോ അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. എനിക്ക് വേണ്ട ആ നേട്ടം. എനിക്ക് ആ നേട്ടവും വേണ്ട, ആ വാർത്തയും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ADGP ശ്രീജിത്തിൻ്റെ ഇതിനെതിരായിട്ട് ഞാൻ പെട്ടു എന്ന് പറഞ്ഞു. ADGP ശ്രീജിത്ത് പിന്നെ ഈ സ്വർണ്ണ പെരുങ്കൊള്ളയിലെ പിന്നെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട എണീച്ചപ്പോൾ യൂട്യൂബർമാരൊന്നും വീഡിയോ ചെയ്തില്ലല്ലോ. എന്താ വീഡിയോ ചെയ്യാഞ്ഞത്? ADGP ശ്രീജിത്തിൻ്റെ DGP ഓഫീസിൽ ചെന്നിട്ടല്ലേ ശബരിമല പെരുങ്കൊള്ള കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ADGP ശ്രീജിത്തിന് പൊന്നാട എണീച്ചത്? അപ്പോൾ എനിക്കെതിരെ പറയുന്ന യൂട്യൂബർമാരെ ഒന്നും അന്ന് കണ്ടില്ലല്ലോ. എന്താ അവർ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഈ ADGP ശ്രീജിത്ത് കഴിഞ്ഞ ജനുവരിയിൽ ശബരിമലയിൽ വെച്ചിട്ട് ഈ ADGP ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദരിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നാണല്ലോ. അന്ന് ADGP ശ്രീജിത്തിനെതിരെ ഒരു വാർത്തയും വന്ന് കണ്ടില്ലല്ലോ. ദിലീപിൻ്റെ കേസിൽ ശ്രീജിത്തിൻ്റെ അനിയത്തി ഇടപെട്ടു എന്നും പറഞ്ഞിട്ട് വിധിന്യായം വന്നല്ലോ. അന്ന് ഈ യൂട്യൂബർമാരുടെ വീഡിയോകളൊന്നും ശ്രീജിത്തിനെതിരെ കണ്ടില്ലല്ലോ. അയാളുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടൊരു സിനിമാ സംവിധായകൻ ശബരിമലയിൽ പോയി അനധികൃതമായി സിനിമ ഷൂട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് വിവാദം വന്നല്ലോ. അന്നും ഈ യൂട്യൂബർമാർ കണ്ണടച്ച് മിണ്ടാതെ ഇങ്ങനെ മൗനം വഹിച്ചിരിക്കുകയായിരുന്നു. ഈ യൂട്യൂബർ ഇയാൾ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അടുത്ത് അബുദാബി പോയി ഒരു ആയുർവേദ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തല്ലോ. അന്നും ഈ യൂട്യൂബർമാരെ ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ എനിക്കിത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. എനിക്ക് ഈ ഉയർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും എനിക്കൊരു പുല്ല് ഭയവും ഇല്ല. എന്നെ ഒന്നും ഒരു പുല്ല് ഒരു ചെയ്യാനുമില്ല. എനിക്ക് അവരുടെ വാർത്തയും വേണ്ട, അവരുടെ ഒരു സ്വാധീനം വേണ്ട, അവരുടെ ഒരു നിശ്ചിത താല്പര്യവും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഞാൻ 64 വയസ്സ് വരെ ജീവിച്ചിരുന്നില്ല. ഇതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കും, ഞാനിങ്ങനെ ജീവിച്ചൊക്കെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കെതിരെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇപ്പം ADGP ശ്രീജിത്തിനെതിരെ 12 ബിനാമി അക്കൗണ്ടുകൾ ഷാജഹാൻ പെട്ടു എന്നുള്ളതാണോ വാർത്ത? അതാണോ ഇപ്പോഴത്തെ വാർത്ത? ഇപ്പോഴത്തെ വാർത്ത എനിക്കെതിരെ 5 ലക്ഷം രൂപയ്ക്ക് ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടു എന്നുള്ളതല്ലേ? അതിനെക്കുറിച്ചിട്ടല്ലേ വീഡിയോ വരേണ്ടത്? അതിനെക്കുറിച്ച് പറയാനുള്ളത് പറയാം, കുഴപ്പമില്ല, പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇതാണോ പറയേണ്ടത്? അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നിശ്ചിത താല്പര്യത്തിൽ ഒരു താല്പര്യവുമില്ല. എനിക്കെതിരെ ഒരു ഡിഫോമേഷൻ കേസേ ഉള്ളൂ. 100-ലധികം കേസുകളൊന്നും എനിക്കെതിരെ ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളിലൊന്നും എനിക്ക് കേസില്ല. എനിക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട കാര്യവും എനിക്കില്ല. എനിക്കൊരൊറ്റ ഡിഫോമേഷൻ കേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 64 വയസ്സ് വരെ തല ഉയർത്തി നിന്ന് പോരാടി. എനിക്ക് അവസാനമായ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ADGP ശ്രീജിത്തിനെതിരായിട്ടുള്ള എൻ്റെ സമരം അതിൻ്റെ അവസാനം വരെ ഞാൻ കൊണ്ടുപോകും. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ എല്ലാ വിവരങ്ങൾ സംബന്ധിച്ചും ഞാൻ പോരാടി ശരി തെളിയിച്ചിട്ടേ ഞാൻ പൊതുരംഗത്തു നിന്ന് പിന്മാറൂ എന്ന് ബന്ധപ്പെട്ടവരോട് ആരോടാണേലും അവരോടെല്ലാം ഞാൻ പറയുകയാണ്. ഞാൻ CJM കോടതിയിൽ അയാൾക്കെതിരെ ക്രിമിനൽ ഡിഫമേഷൻ കേസ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിവിൽ കോടതിയിലും ഞാൻ കേസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് നല്ല 1-ാം തരം അഭിഭാഷകനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് എല്ലാ തെളിവുകളും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തെറ്റും ശരിയും തെളിയിക്കുക തന്നെ ചെയ്യും. അന്നും ഈ യൂട്യൂബർമാർ ഉണ്ടാവും, ഞാനും ഉണ്ടാവും, ശ്രീജിത്തും ഉണ്ടാവും. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അന്ന് തീരുമാനിക്കപ്പെടും. ഇത് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നു.